ഹായ് ഗൈസ്, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. എന്താ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ ദ റേഡിയസ് ഓഫ് എ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ റേഡിയസിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാനാണ് ക്വസ്റ്റ്യൻ. പോയിന്റ് ഇത്രയേ ഉള്ളൂ. ന്യൂക്ലിയസിൻ്റെ വോളിയം, അതായത് വോളിയം ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എപ്പോഴും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആയിരിക്കും. സിമ്പിൾ അല്ലേ? കാരണം എന്താ, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, അതിനനുസരിച്ച് ന്യൂക്ലിയസിൻ്റെ വോളിയം കൂടും. ന്യൂട്രോൺസിനെയും പ്രോട്ടോൺസിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോൺസ്. വോളിയം നമ്മളെപ്പോഴും ന്യൂക്ലിയസിനെ ഒരു സ്ഫിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ സ്ഫിയറിൻ്റെ വോളിയം എന്താ? 4/3 πr³. 6 റേഡിയസ് ആണ്. ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മാസ് നമ്പർ. എന്താ വിളിക്കുക? മാസ് നമ്പർ. അപ്പോൾ 4/3 πr³ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മാസ് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത് A ആണ്. 4/3 πr³ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു A. നിങ്ങൾക്കറിയാം 4/3 പൈയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ r³ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു A എന്ന് എഴുതിയാൽ മതി. r³ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു A ആണെങ്കിൽ 6 ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഈ പവർ 3 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? a⁻1/3 എന്നാവും. അപ്പോൾ r ഈക്വൽ ടു പ്രപ്പോർഷണൽ ഒഴിവാക്കുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വരൂലേ, ആ കോൺസ്റ്റൻ്റ് ആണ് r0. ബാക്കി അപ്പോൾ എന്താണ് ഇവിടെ? a⁻1/3. അപ്പോൾ ഇക്വേഷനായി റേഡിയസിൻ്റെ ഇക്വേഷൻ എന്താ? r ഈക്വൽ ടു r0 a⁻1/3. ഇവിടെ കണ്ടൊരു കോൺസ്റ്റൻ്റ് r0. ആ r0ൻ്റെ വാല്യൂ ഒന്ന് പഠിച്ചു വെച്ചുകൊണ്ട് 1.2 ഫെർമി ആണ് കേട്ടോ. 1.2 ഫെർമി, അല്ലെങ്കിൽ ഇതിനെ 1 ഫെർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻15 മീറ്റർ ഇങ്ങനെയും എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് ന്യൂക്ലിയസിൻ്റെ റേഡിയസിൻ്റെ ഇക്വേഷൻ. സിമ്പിൾ ഡെറിവേഷൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായാലും പഠിച്ചു വെക്കുക. സെറ്റല്ലേ?